ഡാഡി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തട്ടെ. ആ സമയത്ത് എൻഗേജ്മെന്റിന് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അതിനു പകരം ശില്പയുടെ കല്യാണം നടക്കണം. നല്ല ബെസ്റ്റ് ഐഡിയ. ഡാഡിക്ക് ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പെണ്ണിന്റെ കല്യാണം ആഘോഷിക്കാനാണോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്? ഏട്ടൻ തൂക്കിക്കേറി വെടിവെക്കരുത്. എനിക്ക് പറയാനുള്ളത് ആദ്യം കേൾക്ക്. बेटा तुम फोन कट करो बेटी तुम बोलो बोलो बोलो. ആ കല്യാണം നടന്നു കഴിഞ്ഞ് ആദ്യ ഭാര്യയെ കൊന്ന ആ കിളവൻ ശില്പയെ ഒതുക്കണം. ഡാഡി വിളിച്ചാൽ പോലും അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതാവണം. അതിനെത്ര കാശ് വേണമെങ്കിലും നമുക്ക് മുടക്കാം. ബേട്ടി അതിന് കാശൊന്നും മുടക്കണമെന്നില്ല. ശില്പയെ ഒരു പാഠം പഠിപ്പിക്കാനാ ഗോപകുമാർ ആ ശാദി നടത്തുന്നത് തന്നെ. ശിവാനന്ദന് ശില്പയെ പത്നിയായി കിട്ടിയാൽ മാത്രം മതി. എങ്കിൽ എത്രയും വേഗം ആ കല്യാണം നടക്കണം. അതിനുള്ള തന്ത്രങ്ങൾ മെനയാൻ നമുക്ക് അവളുടെ നാട്ടിലേക്ക് പോവാം. അച്ഛാ പ്ലാൻ ഹേ ബേട്ടി. നാളെ തന്നെ നമ്മൾ പോകുന്നു. ഹം രാമപുരം ചലേംഗേ. ഈ കല്യാണ പ്ലാനിലൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. അല്ലെങ്കിലും ഏട്ടൻ വരണ്ട. കമ്പനിയിൽ എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഫോണിലൂടെ പരസ്പരം വിവരങ്ങൾ കൈമാറാം. ഓക്കെ. അരേ ഭഗവാൻ, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയെങ്കിലും ഈ ഭായി ബഹൻ ഒന്നിച്ചല്ലോ. മുझे बहुत खुशी हो गई. കാര്യം കഴിഞ്ഞ രണ്ടിനെയും വീണ്ടും തല്ലിപ്പിരിക്കണം. എന്നാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. അതിനുള്ള വഴി എനിക്കറിയാം. ആര്യൻ എന്താ ഫോൺ എടുക്കാത്തെ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു. പതിവില്ലാതെ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് വിളിക്കുകയാണല്ലോ. അതെ, അത്യാവശ്യമായിട്ട് എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണം. അയ്യോ അയ്യോ. ആഹാ, സ്വപ്നം കണ്ടിരിക്കണോ? ഫുഡ് കഴിക്കാൻ വാ. എനിക്കൊന്നും വേണ്ട ചേച്ചി. അതെന്താ ഫുഡ് വേണ്ടാത്ത? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എന്തായാലും എന്നോട് തുറന്ന് പറ. ആര്യനെ ഞാൻ കുറെ നേരമായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ചേച്ചി. ഇതാണോ ഇത്ര വലിയ കാര്യം? അല്ലെങ്കിലും ഫോൺ എടുക്കാത്തത് അവന്റെ പതിവാണെന്നാണല്ലോ നീ മുൻപേ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ മാറി. ഇന്നലെ ഞാൻ വീട്ടിലെത്തിയോന്നറിയാൻ വരെ ആര്യം വിളിച്ചതാ. ഇപ്പൊ ഞങ്ങള് നല്ല ഫ്രണ്ട്സാ. അതെന്താ നീ പറയാതിരുന്നെ? അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലേ. സോറി മാളു ചേച്ചി, വിട്ടുപോയതാ. ആള് വെറും പാവാ. ഉച്ചയ്ക്ക് അനിയത്തി വിളിച്ചിട്ട് അവളുടെ അടുത്തേക്ക് പോയതാ. അതിനുശേഷം ഫോൺ എടുത്തിട്ടില്ല. അവൻ സ്വന്തം അനിയത്തിയുടെ അടുത്ത് പോയതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ആര്യനും അനിയത്തി ചൈത്രയും ശത്രുക്കളെ പോലെയാ. ആര്യന്റെ രഹസ്യങ്ങൾ അറിയാൻ അവൻ താമസിക്കുന്ന വീട്ടിൽ എന്തോ ഡിവൈസ് വരെ അവള് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് തറയാ അവള്. പിന്നെ ആര്യനെ വിളിച്ചു വരുത്തി അപകടപ്പെടുത്താനാണോ ചൈത്രയുടെ ഭാവം എന്നറിയില്ലല്ലോ. ഏതെങ്കിലും അനിയത്തിക്ക് സ്വന്തം ഏട്ടനെ അപകടപ്പെടുത്താൻ പറ്റുമോ? മോളെ, നീ വല്ല സിനിമ കഥയും പറയാണോ? അല്ലേ ചേച്ചി, പലപ്പോഴും ലൈഫ് ഫിക്ഷനേക്കാളും സ്ട്രേഞ്ചാ. അങ്ങനെ ഒന്നാ SP ഫാമിലി. വിളിച്ചാലും കിട്ടില്ല. കാശിന് വേണ്ടി ചില മനുഷ്യരെ ബ്ലഡ് റിലേഷൻ പോലും മറക്കും. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. കേട്ടിടത്തോളം അങ്ങനൊരു തലതെറിച്ചവളാ ഈ ചൈത്ര. അതൊക്കെ എന്റെ പേടി. കണ്ടോ, ആര്യൻ ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ല. വലിയ കാശുകാരിയാവാൻ വേണ്ടിയാണല്ലോ നീ ആര്യന്റെ പിന്നാലെ നടക്കുന്നേ.
നിനക്കും റിലേഷൻഷിപ്പിനേക്കാളും വലുത് പണവും പവറും ഒക്കെ ആണല്ലോ. ആ, ചൈത്രയും നിന്നെ പോലെ ആയിരിക്കും. എന്ത് കാര്യത്തോടായാലും ആർത്തി മൂക്കുമ്പോഴാ മനുഷ്യ മൃഗമായിട്ട് മാറുന്നത്.